അപ്പൊ നമ്മൾ ബീഫ് ബിരിയാണി വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുക. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. 2 കിലോ ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മീറ്റ് ഇവിടെ റെഡിയാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 6 ഉള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 തക്കാളി, 1 പിടി കറിവേപ്പില, മല്ലിയില, പുതിന കൂടി 1 പിടി ഉണ്ട്. ഈ ഒരു അളവിൽ തൈര്, ഒരു 3 ടേബിൾ സ്പൂൺ എല്ലാം കൂടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഉണ്ട്. ചില്ലി ഫ്ലേക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പച്ചമുളക് കുറച്ചിട്ടുണ്ട്. ബീഫ് ആയതുകൊണ്ട് മല്ലിപ്പൊടി നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ ഫേവറേറ്റ് സമത് ബിരിയാണി മസാല, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, ആവശ്യത്തിന് ഇത്തിരി നെയ്യുണ്ട്, ഓയിൽ ഇതാ, ആവശ്യത്തിന് ഉപ്പ്. കുക്കറിനകത്താണ് നമ്മൾ ബീഫ് റെഡിയാക്കാൻ പോകുന്നത്. ഓയിൽ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരുപാട് വീട്ടമ്മമാര് വീട്ടിൽ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉള്ള നമ്മുടെ സമത് ബിരിയാണി മസാല എണ്ണ നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു കൂടുതൽ മസാലപ്പൊടികളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 കിലോ അല്ല എടുക്കുന്നത്. അപ്പൊ 2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല. ഇനി തൈര് ഒഴിച്ചു കൊടുക്കുക, ചെറുനാരങ്ങ നീര്, ചില്ലി ഫ്ലേക്സ്, ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കറിവേപ്പില, മല്ലിയില, പുതിനയില, കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുക്കറിൽ ഒരു 3-4 വിസില്, 5 വിസിലടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഇറക്കി വെക്കുക. ഇനി നമുക്ക് റൈസ് ആണ് റെഡിയാക്കാനുള്ളത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഡ്രൈ സ്പൈസസ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഫൈനലി ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. ഒരു പത്തിരിക്കല്ല് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഇതിന് മുകളിലേക്ക് കയറ്റി വെക്കുക. ഇനി കുക്കറിന് ബീഫ് നേരെ ഈ പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ കുറച്ച് മീറ്റും ബിരിയാണിയുടെ മസാല എല്ലാം കൂടി ഒരു ലെയർ ഏറ്റവും താഴെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഊറ്റി വെച്ച റൈസ് ഇനി ഇതിന്റെ മുകളിൽ അങ്ങോട്ട് പരത്തി ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, മീറ്റ് അടക്കം, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും റൈസ് ഇതിന്റെ മുകളിൽ ഇടുക. ഇനി ആ മസാലയുടെ നീര് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യ് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. മല്ലിയില, പുതിന, ഏറ്റവും ടോപ്പിൽ നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കുക. മൂടി വെക്കുക. ഇതിന് മുകളിൽ ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ദമ്മില് കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ. ഏറ്റവും അടിയിൽ ലോ ഫ്ലെയിമിലാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. 10-15 മിനിറ്റിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ദം ഒട്ടിക്കാൻ പോവാണ്. വാഴയുടെ ഇല അങ്ങോട്ട് മാറ്റി കൊടുക്കുക. നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആരും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് റൈസും കൂട്ടിയിരുന്നു സാമ്പിളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. റൈസും മസാലയൊക്കെ കൂടി മിക്സ് ആയിട്ട് ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.